ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ബോളിയില്ലാതെ എന്തോണം അല്ലേ? അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സദ്യവട്ടത്തിലൊരു ഐറ്റമാണ് നമ്മുടെ ബോളി. അപ്പം ഇതിനൊരു ചരിത്രം കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ആണെന്ന് പറയണമെങ്കിലും ഇത് സംഭവം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പണ്ട് കാലത്ത് കുടിയേറിയ തുളു ബ്രാഹ്മണർ വഴിയാണ് നമ്മുടെ ബോളി ഇവിടെ എത്തുന്നത്. അതായത് രാജാവിന് ഫുഡ് ഉണ്ടാക്കാനായിട്ട്, രാജകൊട്ടാരത്തിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇവരെ വിളിച്ചപ്പോൾ അവരുടെ ഒരു പൈതൃകമായിട്ടുള്ള ഒരു ഫുഡായിരുന്നു ഈ ബോളി എന്ന് പറയുന്നത്. അപ്പോൾ അത് രാജാവിന് അവർ പായസത്തോടൊപ്പം വിളമ്പുകയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ചരിത്രം. അപ്പം ഇവരെ താമസിപ്പിക്കാനായിട്ട് നമ്മുടെ കിഴക്കേക്കോട്ടയിൽ കുറച്ച് അഗ്രഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് രാജാവിൻ്റെ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. അപ്പോൾ പിന്നീടാണ് ഇത് നമ്മുടെ സദ്യവട്ടങ്ങളിലൊക്കെ ഇത് വിളമ്പാനൊക്കെ തുടങ്ങിയതും. പിൽക്കാലങ്ങളിൽ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈല് സദ്യ പോപ്പുലർ ആവുകയും ഒപ്പം ഈ ബോളിയൂടെ പോപ്പുലർ ആവുകയും ചെയ്തു. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. എന്തായാലും നമുക്കിന്ന് ഈ ബോളി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാമേ. ഇതുണ്ടാക്കാനായിട്ട് കടലപ്പരിപ്പാണ് ആവശ്യം. അപ്പോൾ ഞാനിപ്പം 1 കപ്പ് കടലപ്പരിപ്പാണ് എടുക്കുന്നത് കേട്ടോ. അതൊന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് ഇത് മൂടി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി കുക്കറിലോട്ടൊന്ന് മാറ്റാം. ഒന്ന് വെള്ളം നികക്കെ തന്നെ ഇത്തിരി ശർക്കരയും കൂടെ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയും. ഞാനിപ്പോൾ ഫുഡ് കളറാണ് ചേർക്കുന്നത്. എല്ലാം അത് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിനി വെയിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് 1 വിസിലാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. കുക്കറിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ ചെയ്യാവൂ. നമ്മൾ അല്ലാതെ ആണെങ്കിൽ നമുക്ക് വേവിച്ച് നമുക്ക് എടുക്കാം. നമ്മളിങ്ങനെ തൊട്ടാൽ പൊടിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. അത് മഷി പോലെ അങ്ങ് ആയിപ്പോകരുത് കേട്ടോ. ഈ ഒരു കണക്കേ നമുക്ക് പാടുള്ളൂ കേട്ടോ. എങ്കിൽ ബോളി പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു കണക്കിന് പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം ഒന്ന് പൊടിച്ച് നോക്കണം. ഇല്ല എങ്കിൽ 1 വിസിലൂടെ വെക്കണം. അതിൽ കൂടുതൽ വെക്കുകയും ചെയ്യരുത്. ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ട് ഒരു അരിപ്പയിൽ കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം തോർന്ന് കിട്ടണം. ഒരു അരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ ഇതിൽ കംപ്ലീറ്റ് വെള്ളം നമുക്ക് മാറി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പാണ് നമുക്ക് മൈദയാണ് ആവശ്യമായിട്ടുള്ളത്. അത് കോട്ടിങ്ങിനാണ്. ഇനി അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഫുഡ് കളർ തന്നെ ചേർത്തിട്ടുണ്ട്. ഞാൻ ബോളി സെയിൽ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ മഞ്ഞ എടുത്ത ഈ ഒരു കളർ അതിന് സെറ്റായി കിട്ടില്ല. അതുകൊണ്ട് ഫുഡ് കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയുള്ള ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഇത് മാറ്റുന്നുണ്ട്, മൈദ മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ 1/2 കപ്പ് തന്നെ നമുക്ക് ആദ്യം എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം നമുക്ക് കുഴച്ച് നോക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ ചെറിയ കുഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതിനെ നോക്കി നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നെയ്യ് നമുക്ക് ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ നല്ലെണ്ണയാണ് ചേർക്കെങ്കിൽ ആ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവർ അതിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിലർ നെയ്യൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ നമുക്ക് നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബോളിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഓൾറെഡി നെയ്യ് നമ്മൾ പിന്നീട് ചേർക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലെണ്ണയാണ് ആവശ്യം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ലൂസി കൺസിസ്റ്റൻസി, അങ്ങനെ ഭയങ്കര ലൂസ് അവരത്. ഞാനിപ്പോൾ ഒരു 3 ചെറിയ ടീസ്പൂണിന് വെള്ളം ഒഴിച്ചാണ് ഈ ഒരു വലിയൊരു സ്റ്റേജിലോട്ട് എത്തിച്ചത്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. ഇതിനെ ഒരു ബൗളിലോട്ട് ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ നല്ലെണ്ണ നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ഒഴിച്ച് എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അങ്ങ് വലിച്ച് ഇത് അബ്സോർവ് ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ഒഴിച്ചാൽ അത്രയും എണ്ണ നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മുക്കി. ചിലർ ഇത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് കംപ്ലീറ്റ് കുറേ വെള്ളം ഇങ്ങനെ മുങ്ങി നിൽക്കാത്ത ഒഴിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത്രയും മതി കേട്ടോ. ഇങ്ങനെ അത് മുങ്ങി കുറച്ച് നിൽക്കത്തക്കണം, അതിനപ്പുറപ്പുറമായിട്ടൊന്ന് വെക്കണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഏലക്കയാണ് പൊടിച്ചെടുക്കണം. ഞാനിപ്പം ഏലക്കയും പിന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഐറ്റം ഉണ്ട്. വെറും ഏലക്ക മാത്രം ഇട്ടാൽ ആ ഒരു ഫ്ലേവർ കിട്ടില്ല. നമുക്കൊരു പീസ് നമ്മൾ ജാതിക്കയുടെ ഇതുണ്ടല്ലോ, അതുകൂടെ ഇട്ടാണ്, ഈ ജാതിക്കയാണ് ഇതിന് കുറച്ചുകൂടെ ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് ഞാനിപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കണക്കിനാണ് നമ്മളൊന്ന് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം നന്നായിട്ട് ജാതിക്കയുടെ കുരു നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ഇനി 1 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കട്ടായി പോയിട്ടുണ്ട്, ക്യാമറ ഇടയ്ക്ക് ഓഫായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം അതിൽ ഇപ്പം ഞാനിപ്പോൾ ആ ജാറിൽ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ കടലപ്പരിപ്പ് ഒന്ന് പൊടിച്ചു കൊണ്ടുവരുന്നത്. വെറുതെ നമ്മളിപ്പോൾ എന്തായാലും പഞ്ചസാരയിൽ ചേർക്കേണ്ട, അതുകൊണ്ടാണ് അതിൽ തന്നെ യൂസ് ചെയ്തത്. ഈ ഒരു കണക്കിനാണ് നമ്മൾ പൊടിച്ചത്. വെള്ളമൊന്നും ആകരുത്. കണ്ട, ഇതാണ് കറക്റ്റ് കേട്ടോ. ഈ ഒരു കണക്കിന് നമ്മൾ പൊടിച്ചെടുക്കാവും. വെള്ളമൊന്നും ഒരിക്കലും ചെയ്യരുത്. വെള്ളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊന്നും ശരിയാവില്ല. ചിലപ്പോൾ പൊടിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ചിട്ട് പൾസിട്ട് അടിച്ച് നമുക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കണേ. ഇതാണ് നമ്മളിങ്ങനെ ഇതും കണ്ടല്ല, ഒരു ടെക്സ്ചർ കണ്ടാൽ മനസ്സിലായാലേ. നമ്മളൊരു മാവ് പോലെ തന്നെ, ഒരു പൊടി പോലും ഇതിൽ വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാനോട്ട് നമുക്കൊന്ന് മാറ്റാം. ഇനി ഇത്തിരി ക്ഷമ വേണം ഇനിയുള്ള കാര്യങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലോട്ട് അല്പം നെയ്യ് ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. അതാണ് വരട്ടുക എന്നാണ് പറയുന്നത് കേട്ടോ. അത് വിളയിച്ചെടുക്കുക എന്നും നമ്മളിതിന് പറയാറുണ്ട്. അപ്പം ഇത് നോക്കി നമ്മൾ ആ നെയ്യിൽ കിടന്ന് ഒന്ന് ചെറിയൊരു മണം വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുക. അതായത് പഞ്ചസാര 1 കപ്പ് എടുത്ത് പൊടിക്കണം, അങ്ങനെയാണ്. അല്ലാതെ പൊടിച്ച പഞ്ചസാര 1 കപ്പല്ല, പഞ്ചസാര 1 കപ്പ് എടുത്തിട്ട് പൊടിക്കണം. അപ്പോഴേക്ക് നമുക്ക് ഏകദേശം 1-1.25 കപ്പോളം നമുക്ക് പഞ്ചസാര കിട്ടും. അതിനാണ് ഈ പഞ്ചസാര എടുത്ത് 1 കപ്പ് പഞ്ചസാര എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ഇത് വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് വരും. നമുക്കറിയാമല്ലോ പഞ്ചസാര ചേർക്കുമ്പോൾ. അത് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് എടുക്കണം. വെള്ളമയമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉരുണ്ട് വരുന്ന ഒരു സ്റ്റേജിലോട്ട് ആക്കണം കേട്ടോ. അപ്പം ഞാനിപ്പം സെയിൽ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് മിക്കവാറും എല്ലാ പ്രാവശ്യവും ഒരു 10-100 ബോൾ എനിക്ക് ഓർഡർ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നേരത്തെ കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അന്ന് ഞാൻ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോഴേ കുറച്ച് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. നമുക്കാണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് നേരത്തെ ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ഈ പരിപ്പിൻ്റെ ഇത് നേരത്തെ ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ ഇതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കാരണം ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോളിത്തീൻ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഏലക്ക ഇവിടെ ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ എങ്കിൽ നമുക്ക് നിൽക്കുകയുള്ളൂ. നമ്മളിത് അതിലിട്ട് വഴറ്റുമ്പോൾ അതിൻ്റെ ഒരു മണം പോവും. ഇത് ഏകദേശം 1 മണിക്കൂറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ എണ്ണ മൊത്തം ഒന്ന് വാർത്തൊന്ന് മാറ്റാം. എണ്ണ മുഴുവൻ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കുമ്പോൾ കണ്ട നമുക്ക് ആ വലിഞ്ഞ് വരുന്ന ഒരു ടെക്സ്റ്റിലോട്ട് ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഓരോ ഈ കടലപ്പരിപ്പിൽ നിന്ന് കുറേശ്ശെ നമ്മുടെ ഒരു നാരങ്ങ വലിപ്പത്തിന് എടുത്തിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് ഉരുട്ട് സുഖമായിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റും കേട്ടോ. നല്ല കറക്റ്റ് ടെക്സ്റ്റാണ് കേട്ടോ. ഈ ഒരു കണക്കിന് എടുക്കുമ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 5 എണ്ണം മാത്രം ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. വെള്ളം ഇല്ലാതെ തന്നെ നമ്മളെ കടലപ്പരിപ്പ് ഒന്ന് വാർത്ത് വെച്ചിട്ട് വേണം. ഒരു തുള്ളി വെള്ളം അതിൽ വരാൻ പാടില്ല. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിലോട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഇതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോളിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 5 ബോൾസും ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 5 എണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ മൈദയുടെ കൂട്ടുണ്ടല്ലോ, അതിന് നമ്മൾ എത്രയാണോ നമ്മൾ കടലപ്പരിപ്പിൻ്റെ എടുത്തത് അതിൻ്റെ ഒരു പകുതി നമുക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം എടുത്താൽ മതി. എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കുമ്പോൾ തന്നെ അത് നല്ല വലിഞ്ഞിങ്ങ് വരും കേട്ടോ. വലിയ പാടൊന്നുമില്ല കേട്ടോ, എളുപ്പം തന്നെ അത് നമുക്ക് കാണിച്ചാൽ അത്രയും അത് വലിഞ്ഞ് അത് നാളെ പെർഫെക്റ്റ് ഇതിലായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇത് ആ ഒരു സൈഡിൽ നിന്ന് അറ്റത്ത് ഇങ്ങനെ വലിച്ചിങ്ങ് എടുത്താൽ മതി. വേറെ ഒരു കാര്യമില്ല. വലിച്ചെടുത്തിട്ട് അതിൻ്റെ നമുക്ക് ഇങ്ങനെ ചുറ്റി അത് മൂടി ഒന്ന് എടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാ ഇങ്ങനെ നമുക്കിങ്ങനെ വലിക്കുമ്പോൾ തന്നെ എക്സ്ട്രാ എല്ലാം ഇങ്ങ് നമുക്ക് വെള്ളോട്ട് വരും. അതിനൊന്ന് പിച്ചിങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. എത്രയേ ഉള്ളൂ. ഇനി സൈഡൊക്കെ ഇവിടെ ഇതിങ്ങനെ പിടിക്കാൻ വലിഞ്ഞ് വരും കേട്ടോ. നല്ല ടെക്സ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ ഉടനെ തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിനി അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മളെ വറുത്ത പത്തിരിപ്പൊടി, അതാണ് ഇതിനാവശ്യം. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒരിക്കലും ഇതിനെടുക്കരുത്. ഈ പത്തിരിപ്പൊടി തന്നെ എടുക്കണം. എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് അമർത്താതെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. വലുതാണ്ട് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ കോലിലും അതിലെ തറയിലൊക്കെ ഒട്ടിപ്പോവും. അപ്പോൾ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടാണ് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പതിയെ ഒന്ന് ഈ ഒരു കണക്കിന് എടുത്തിട്ട് നമുക്ക് ദോശക്കല്ലിലോട്ട് ഒന്ന് മാറ്റാം. ചൂടായ ദോശക്കല്ലിലോട്ട് മാറ്റിയിട്ട് പുറം ഒന്ന് ഈ നമ്മുടെ ഈ അരിപ്പൊടി ഒന്ന് മാറ്റണം കേട്ടോ. മാറ്റിയിട്ട് ചെറിയ ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ അത് വെച്ച് പതിയെ ഒന്ന് മറിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ 2-3 ഈർക്കിൽ ചേർത്ത് കെട്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ടാലും മതി. ഇനി ഒരു സൈഡായി അപ്പുറത്തെ സൈഡ് നമ്മൾ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യാൻ കേട്ടോ. കാരണം വെച്ചാൽ ഇതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാം ഓൾറെഡി വെന്തതാണ്. നമുക്കിനി വെള്ളത്തെ കോട്ടിങ് മാത്രം ജസ്റ്റ് ആവാനേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആയിട്ട് ഇനി നമുക്ക് ഒന്ന് അപ്പുറം ഒന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് തന്നെ ചേർക്കണേ, എങ്കിലാണ് നമുക്ക് ആ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നെയ്യ് ചേർക്കേണ്ട കാര്യമില്ല, ഇവിടെ നമ്മൾ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്നാക്കിയിട്ട് ഇനി നമ്മൾ
സെയിൽ ചെയ്യണമെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് മടക്കിയാണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് മടക്കി ഒരു 3/4 ഭാഗത്തോളം ഒന്ന് മടക്കി അങ്ങ് വെക്കും, അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. നമ്മൾ ബോളിയുടെ രീതി ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇനി ബോളി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ മൈദയിലൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ പിന്നെ കോട്ട് ചെയ്യുന്നത് നമ്മുടെ പത്തിരിപ്പൊടിയിലാണ്. അപ്പം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഈ പരത്തുമ്പോൾ ഉടനെ ആ സ്റ്റെപ്പിൽ തന്നെ പരത്തിയെടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഒന്ന് വെച്ചിട്ട് ഇങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് പോയി കഴിഞ്ഞ് ഇത് വന്ന് പരത്താൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പരത്താൻ പറ്റില്ല, അതങ്ങ് പൊട്ടി അങ്ങ് നാശമായി പോകും. അത് ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം വെച്ചാൽ പരത്തുമ്പോൾ അത് മാത്രം പരത്തി അങ്ങ് എടുക്കുക, നമ്മൾ ഉടനെ തന്നെ അങ്ങ് കല്ലിലിടുക. ഇത് വെക്കാനും പറ്റില്ല. 2 മിനിറ്റത്തേക്ക് നമുക്ക് എല്ലാം കൂടെ പരത്തി 10 എണ്ണമൊക്കെ ഒന്ന് പരത്തി വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കണ ഒരു കേസും അല്ല ഇത്. കാരണം വെച്ചാൽ ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും, പുറം അങ്ങ് ഡ്രൈ ആയി. ഇപ്പം നമുക്ക് ഈ ഒരു കർച്ചീഫ് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന നമുക്കൊരു ബോളിയുടെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ കർച്ചീഫ് എന്നുള്ള രീതിയിലോട്ട് നമുക്കിത് പിന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 1 അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ നമ്മളിത് പരത്തി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ ചെയ്യുന്നത് 2 എണ്ണം പരത്തി വെച്ചിട്ട് ആണ് ഞാൻ ചെയ്യാറ്. അതിൽ കൂടുതൽ ഞാൻ ഇത് പരത്തി വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ പരത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 എണ്ണം കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കൊരു ഓർഡറാണ്. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഒരു കർച്ചീഫ് കണ്ട, ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. ഞാനിപ്പം ഒരു 10 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. 2 ഓർഡറാണ്. അപ്പം അതിനുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇനി ഈ ഫില്ലിംഗ് ഒക്കെ നമുക്കൊന്ന് സൂക്ഷിച്ച് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രിവാൻഡ്രം ബോളിയുടെ ഒരു സ്റ്റൈലും കളറും. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞ കളർ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ഈ കളർ ചേർക്കില്ല. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ യെല്ലോ കളർ തന്നെ ചേർക്കണം കേട്ടോ. ഇനി പറയണ്ടല്ലോ, ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയാതിന് എല്ലാവർക്കും അറിയാം, പാൽപ്പായസം തന്നെ. അപ്പോൾ പാൽപ്പായസം പാൽ ചേർത്ത് എന്തും നമുക്കിതിനോട് ചേർക്കാം. അരിപ്പായസമോ പാലട പായസം എന്ത് വേണമെങ്കിൽ നമുക്കിതിനോട് ചേർക്കാം. ഞാനിപ്പോൾ സേമിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ട്രിവാൻഡ്രം സദ്യ ഇത്രയും ഫേമസ് ആവാൻ കാരണം നമ്മുടെ ഈ 2 ഐറ്റമാണ് കേട്ടോ. ഇത്രയ്ക്കും നമ്മുടെ ഇവിടെ ലോകം മുഴുവനും ആളുകൾ അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും കാരണം ഈ ഐറ്റം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആളുകൾ ട്രിവാൻഡ്രം സദ്യയ്ക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ചൊന്ന് അതിൽ നിന്ന് ഒരു ബോളി എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് വായിൽ തന്നെ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചുറ്റുമൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. അത് ഈ മൈദയുടെ കോട്ടിങ് അവിടെ കുറച്ച് കൂടുതലാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ നന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ കൂടെ ശ്രദ്ധിക്കണം. അത്രയും കൂടെ ഈ മൈദ കോട്ട് ചെയ്ത് വരരുത്, അത്രയും കൂടെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി തന്നെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രിക്കുകളും ഒക്കെ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇല്ല, എന്തെങ്കിലും ഓർഡറാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ എൻ്റെ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ എത്തിക്കുന്നതാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.